കുരിശിന്റെ വഴിയിൽ 7-ാം സ്ഥലത്തും ഒരു സൗന്ദര്യമുണ്ട്. എന്താണ് ആ സൗന്ദര്യം? 7-ാം സ്ഥലത്ത് ഈശോ വീണ്ടും വീഴുകയാണ്. ബലഹീനത ആവർത്തിക്കപ്പെടുന്നു. വീണ്ടും വീണവന്റെ സൗന്ദര്യം മാത്രമല്ല, കുരിശിന്റെ വഴിയിലുള്ളത് വീഴുന്നവന്റെ സൗന്ദര്യം മാത്രമല്ല, വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നവന്റെ സൗന്ദര്യമാണ്. അതിനെ മാനുഷികമായി നമ്മൾ പറയാം, ഇത് ബ്യൂട്ടി ഓഫ് റിപ്പന്റൻസ്. വീണിടത്ത് നിന്ന് തിരിച്ച് എഴുന്നേൽക്കാനുള്ള ഒരു സൗന്ദര്യം. നീ വീണിടത്ത് നിന്ന് നിന്റെ ഒരു പാപാവസ്ഥയിൽ ചെന്ന് പെട്ടു, നിനക്ക് ഒരു പുകവലിയുടെ ദുശീലമുണ്ട്, അതിൽ നിന്ന് നീ തിരികെ നടക്കുമോ? ഇത്രയും നാളായച്ചോ ഇനി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിനക്ക് ഒരു മദ്യപാനമുണ്ട്, വർഷങ്ങളായതാണ്, അതിൽ നീ ഉപേക്ഷിച്ച് തിരികെ നടക്കുമോ? നിനക്ക് ചില തഴക്കദോഷങ്ങളുണ്ട്, അത് ഉപേക്ഷിച്ച് നീ തിരികെ നടക്കുമോ? വീണ ഈശോ എഴുന്നേൽക്കുന്ന ചിത്രം, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ചിത്രമാണ്. വീണുപോയ പാപങ്ങളിൽ നിന്ന്, തുടർച്ചയായി വീണുപോയ തിന്മകളിൽ നിന്ന് ഇത് തിരികെ എഴുന്നേൽക്കാൻ. ഒത്തിരി നാളായി നഷ്ടപ്പെട്ടു പോയ വിശ്വാസ ജീവിതമാണ്, വീണുപോയതാണ്. നീ വിശ്വാസത്തിലേക്ക് തിരിച്ചെഴുന്നേൽക്കുമോ? ഒത്തിരി നാളായി കുമ്പസാരിച്ചിട്ട്, വർഷങ്ങളായി, 8-10 വർഷങ്ങളായി കുമ്പസാരിച്ചിട്ട് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വീണുപോയി, ദൈവത്തിൽ നിന്ന് പടിപടിയായി അകന്നുപോയി, നീ തിരികെ നടക്കുമോ? ബ്യൂട്ടി ഓഫ് റിട്ടേണിംഗ് ടു ദ ലോർഡ്, ബ്യൂട്ടി ഓഫ് റിപ്പന്റൻസ്. നിനക്ക് തിരികെ നടക്കാൻ കുഞ്ഞെ, അതാ തിരിഞ്ഞു നടക്കലിൽ ഒരു സൗന്ദര്യമുണ്ടെന്ന്. ഏത് അനുതാപത്തിന്റെ കഥയെടുത്ത് വായിച്ചോ, വിശുദ്ധ അഗസ്തീനോസിന്റെ കഥയിൽ മാത്രമല്ല, അനുതപിക്കുന്ന ഏത് വ്യക്തിയുടെ കഥയിലും അനുതാപത്തിന്റെ കഥകളൊക്കെ സൗന്ദര്യമുള്ള കഥകളാണ്.